ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആഴ്ചയിൽ നമുക്ക് ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫിലിപ്പി ലേഖനം അതിൻ്റെ 2-ാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മളത് തുടരുകയാണ്. 2-ാം അധ്യായം നമുക്ക് തീർക്കാൻ സാധിച്ചില്ലല്ലോ. യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ ദൈവത്തോടുള്ള സമത്വം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ ഒരു പദവിയാണ്. അവൻ ദൈവം തന്നെയാണ്. എന്നാൽ ദൈവത്തിനുണ്ടായിരുന്ന എല്ലാ പദവികളും, എല്ലാ പ്രിവിലേജസും തനിക്കുണ്ടായിരുന്നു. നമ്മൾ സാധാരണ നമ്മുടെ പ്രിവിലേജസ് നഷ്ടപ്പെടുത്താറില്ല. എല്ലാ മനുഷ്യരും അവരവരുടെ പ്രിവിലേജസിനെ കുറിച്ച് ബോധമുള്ളവരാണ്. അവരത് ഉപയോഗിക്കാനും ശ്രമിക്കാറുണ്ട്. ഉദാഹരണത്തിന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ ജയിലിൽ ആയിരുന്നപ്പോൾ ഫിലിപ്പിയിലെ ജയിലിൽ നിന്ന് തന്നെ വിടുവിക്കുവാൻ ജയിലർക്ക് സാധിച്ചു. എന്നാൽ പിറ്റേ ദിവസം ഈ പൗലോസിനെയും ശീലാസിനെയും അറസ്റ്റ് ചെയ്യാൻ ഇടയായ അധികാരികൾ വന്ന് അവരെ വിടുവാൻ ശ്രമിച്ചപ്പോൾ പൗലോസ് തൻ്റെ പ്രിവിലേജ് അവിടെ യൂസ് ചെയ്തു. ഞാനൊരു റോമൻ പൗരനാണെന്ന് പറഞ്ഞു. അപ്പോൾ തനിക്കുള്ള പ്രിവിലേജ് താൻ യൂസ് ചെയ്തു. എന്നാൽ നമ്മുടെ കർത്താവ് മനുഷ്യനായി തീർന്നപ്പോൾ, മനുഷ്യ സാദൃശ്യത്തിലായപ്പോൾ തനിക്കുണ്ടായിരുന്ന പ്രിവിലേജസ് ഉപയോഗിച്ചില്ല, അത് ഉപേക്ഷിച്ചു. താൻ ദാസരൂപമെടുത്ത് ഒരു 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 അടിമയായിട്ട് മാറി. അടിമയെന്ന് പറഞ്ഞാൽ അടിമയ്ക്ക് യാതൊരു പ്രിവിലേജസുമില്ല, ഒരു ഹ്യൂമൻ റൈറ്റും ഇല്ല. ഒരു വസ്തുവായിട്ട്, അല്ലെങ്കിൽ ഒരു മൃഗത്തെ വാങ്ങുന്ന പോലെയാണ് അടിമകളെ വാങ്ങുന്നത്. അപ്പോൾ യാതൊരു മാനുഷികമായ യാതൊരു അവകാശവും ഇല്ലാത്ത ആൾ. പിന്നെ യേശു മനുഷ്യ സാദൃശ്യത്തിലായി, ബോൺ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് മെൻ. നമ്മുടെ കർത്താവ് താൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് തനിക്കൊരു ശരീരമില്ലായിരുന്നു. നാം അത് ചിന്തിച്ചതാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കാരണം ദൈവം ആത്മാവാണ്, ദൈവത്തിന് ശരീരമില്ല. എന്നാൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ താനൊരു മനുഷ്യ ശരീരം സ്വീകരിച്ചു. താൻ സ്വീകരിച്ച ആ മനുഷ്യ ശരീരം താനത് ഉപേക്ഷിച്ചില്ല. ഒരു പഠിപ്പിക്കലുണ്ട്, ഒരു തെറ്റായ ഉപദേശമുണ്ട്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യ ശരീരം ധരിച്ചു, ഈ ഭൂമിയിൽ നിന്ന് താൻ പോയപ്പോൾ ആ മനുഷ്യ ശരീരം ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊരു പഠിപ്പിക്കലുണ്ട്. എന്നാൽ അത് ശരിയല്ല. താൻ തൻ്റെ മനുഷ്യ ശരീരത്തിൽ തന്നെയാണ് സ്വർഗാരോഹണം ചെയ്തത്. തൻ്റെ മനുഷ്യത്വം താൻ എന്നേക്കും സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ എന്നേക്കും തനിക്ക് ആ മനുഷ്യത്വം ഉണ്ടായിരിക്കും എന്ന കാര്യവും നാം ചിന്തിച്ചു. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്കൊക്കെ വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പോൾ തൻ്റെ മനുഷ്യത്വത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ കാണുന്നത്. കാരണം താൻ മധ്യസ്ഥനാണ്. മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ള മധ്യസ്ഥൻ മനുഷ്യനെയും ദൈവത്തെയും ഒരുപോലെ പ്രതിനിധാനം ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. അത് ഉപദേശം മാത്രമല്ല, ഒരു സത്യമാണ്. താൻ മനുഷ്യനായ ക്രിസ്തു യേശു അപ്പോൾ അവൻ മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. താൻ മനുഷ്യനായി തീർന്നപ്പോൾ തനിക്ക് ചില നഷ്ടം ഉണ്ടായി. ഞാനത് ഒന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വീണ്ടെടുപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും.
ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഭാഗം രൂത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായമാണ്. അവിടെ ബോവസ് ഒരു രൂത്തിൻ്റെ അല്ലെങ്കിൽ മഹ്ലോൻ്റെ ഒരു ചാർച്ചക്കാരനായിരുന്നു. അപ്പോൾ എന്നാൽ ബോവസിനേക്കാളും അടുത്ത ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. അപ്പോൾ ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുന്നതിന് മുമ്പ് ആ ചാർച്ചക്കാരനോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ എലീമലേക്കിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള എലീമലേക്കിൻ്റെ മകനായ മഹ്ലോൻ്റെ ഭാര്യയായ രൂത്തിനെ വീണ്ടെടുക്കുവാൻ സമ്മതമാണോ? അതല്ല താൻ ആദ്യം ചോദിച്ചത്. തൻ്റെ അവകാശം വീണ്ടെടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക എന്നാണ് പറയുന്നത്. 3-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കാം. അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത്, മോവാബ് ദേശത്ത് നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലീമലേക്കിൻ്റെ വയൽ വിൽക്കുന്നു. ആകയാൽ നിന്നോട് അത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിൻ്റെ മൂപ്പന്മാരുടെ മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക. നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറയുക. നീ കഴിഞ്ഞിട്ട് ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല. അതിനവൻ ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ്, നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവൻ്റെ അവകാശത്തിൻ്റെ മേൽ അവൻ്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവൻ്റെ ഭാര്യ മോവാബ് സ്ത്രീയായ രൂത്തിനെയും വാങ്ങണമെന്ന് പറഞ്ഞു. അതിന് വീണ്ടെടുപ്പുകാരൻ, എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയില്ല, എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ആകിയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടതിന് നീ വീണ്ടെടുത്തു കൊള്ളുക, എനിക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്താ രൂത്തിനെ വീണ്ടെടുക്കാതിരുന്നത്? സ്ഥലം വീണ്ടെടുക്കുന്നതിന് അയാൾക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ രൂത്തിനെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, രൂത്തിനെ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങാൻ കഴിയില്ല, എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? അതിൻ്റെ കാരണം വളരെ ലളിതമാണ്. ഈ വീണ്ടെടുപ്പിനെ കുറിച്ച് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ സ്ത്രീയെ അവൻ വീണ്ടെടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്കുണ്ടാകുന്ന മക്കൾക്ക് ആ സ്ത്രീയുടെ ആദ്യ ഭർത്താവിൻ്റെ പേരാണ് ഇടുക. മഹ്ലോന്റെ പേരിലാണ് ഈ വീണ്ടെടുപ്പുകാരൻ്റെ മക്കൾ അറിയപ്പെടുക. അപ്പോൾ എന്തു പറ്റും? ഇവൻ്റെ പേര് നഷ്ടമാകും. ഇവന് പെർമനൻ്റായി സ്ഥിരമായ അവൻ്റെ പേര് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ അയാൾ പറഞ്ഞില്ല, എൻ്റെ പേര് നഷ്ടപ്പെടുത്താൻ എനിക്ക് മനസ്സില്ല. അതാണ് ഒരു വീണ്ടെടുപ്പുകാരനുണ്ടാകുന്ന നഷ്ടം. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് മനുഷ്യനായി തീർന്നപ്പോൾ തനിക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് ഇതാണ്. തനിക്ക് ഒരു പുതിയ പേരും ഒരു പുതിയ അഡ്രസ്സുമായി. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളിൽ യേശു താൻ പറയുന്നത് എങ്ങനെയാണ്? നസ്രായനായ യേശു. താൻ ജീവിച്ച സ്ഥലത്തിൻ്റെ അഡ്രസ്സ് കൂട്ടിയാണ് പറയുന്നത്. താനിപ്പോൾ സ്വർഗത്തിലാണ്, മഹിമയുടെ വലതുഭാഗത്താണ്, എങ്കിലും പേര് പറയുന്നത് എന്താ? നസ്രായനായ യേശു. അപ്പോൾ തൻ്റെ പേര് മാറ്റിക്കളഞ്ഞു. അപ്പോൾ അതൊരു വലിയ നഷ്ടമാണ്. ഈ വീണ്ടെടുപ്പുകാരൻ മനസ്സിലായി, എൻ്റെ പേര് നഷ്ടമാകും, മഹ്ലോൻ്റെ പേരാണ് വരാൻ പോകുന്നത്. അയാൾ പറഞ്ഞു, എനിക്ക് വീണ്ടെടുക്കാൻ പറ്റില്ല. വീണ്ടെടുക്കാമായിരുന്നു, പക്ഷേ അയാൾക്ക് വീണ്ടെടുക്കാൻ മനസ്സുണ്ടായില്ല. എന്നാൽ നമ്മുടെ കർത്താവ് ആ നഷ്ടം സഹിക്കാൻ തീരുമാനിച്ചു. താൻ ഒരു മനുഷ്യ ശരീരം എടുത്തപ്പോൾ അത് തനിക്കുണ്ടാകുന്ന സ്ഥിരമായ ഒരു മാറ്റമാണ്. പിന്നീട് ആ മനുഷ്യ ശരീരം ഒരിക്കലും വേണ്ടെന്ന് വെച്ചിട്ടില്ല കർത്താവ്. താൻ ഇപ്പോഴും ആ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ സ്വർഗത്തിലായിരിക്കുന്നു. ഞാനിങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു ഒരു ഒരു ആഫ്രിക്കൻ ചർച്ചാണ്. അപ്പോൾ ആഫ്രിക്കയിലുള്ള ആളുകൾ നമ്മളെപ്പോലെ ഇങ്ങനെ ചർച്ചിൽ മിണ്ടാതിരിക്കില്ല. അവർ പ്രസംഗിക്കുന്ന ആൾ പ്രസംഗിക്കുമ്പോൾ കൂടെ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യും. എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഉടനെ ഉത്തരം പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരിക്കൽ ഒരാൾ പറഞ്ഞു, മനുഷ്യൻ്റെ പ്രവൃത്തികളൊന്നും സ്വർഗത്തിലെത്തുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റെന്ന് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ പറയുന്നത് ശരിയല്ല, മനുഷ്യൻ്റെ പ്രവൃത്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ എന്ത് പ്രവൃത്തിയാണ് സ്വർഗത്തിൽ എത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, സ്വർഗത്തിലുള്ള നമ്മുടെ കർത്താവിൻ്റെ കൈകളിലൊന്ന് നോക്കുക, കയ്യിൽ ആണിപ്പാട് കാണാം, അവൻ്റെ വിലാപ്പുറത്തൊരു മുറിവ് കാണാം, ആ മുറിവിൻ്റെ പാട് കാണാം. അത് മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്, അത് സ്വർഗത്തിലെത്തി എന്ന് ആ സ്ത്രീ പറഞ്ഞു. അപ്പോൾ ആ സ്വർഗത്തിലെത്തിയ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ മനുഷ്യർ പീഡിപ്പിച്ചതിൻ്റെ മാർക്കുകളാണ്, അവൻ്റെ പാടുകളാണ്.
അത് മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. ആ പാടുകൾ താൻ ഇന്നും വഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മെ ചിന്തിപ്പിക്കേണ്ട കാര്യം. തനിക്ക് മനുഷ്യനായപ്പോൾ ചില നഷ്ടങ്ങൾ ഉണ്ടായി. ആ നഷ്ടം അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. പിന്നെ അവൻ എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുന്നത് തൻ്റെ ദൈവത്വം ഒഴിച്ചു എന്നല്ല, പിന്നെ തൻ്റെ തേജസ് അല്ലെങ്കിൽ തൻ്റെ പ്രിവിലേജസ് താൻ ഉപയോഗിച്ചില്ല. ഒരിക്കലും തൻ്റെ ദിവ്യ സ്വഭാവം, അല്ല ഡിവൈൻ ആട്രിബ്യൂട്ട്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, അതൊന്നും കർത്താവ് ഒരിക്കലും വേണ്ട എന്ന് വെച്ചിട്ടില്ല. അവൻ മനുഷ്യനായി വിളങ്ങി എന്ന് പറഞ്ഞാൽ വാസ്തവമായി മനുഷ്യനായി തീർന്നു, തന്നെത്താൻ താഴ്ത്തി. അപ്പോൾ യേശുക്രിസ്തു എങ്ങനെയാണ് തൻ്റെ പ്രിവിലേജസ് ഉപയോഗിക്കാതെ തന്നെത്താൻ താഴ്ത്തിയത്, ആ കാര്യമാണ് പൗലോസ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നമ്മളിത് വളരെ അധികം പ്രാവശ്യം വായിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ വളരെ കാഷ്വലായിട്ട് വായിച്ചു വിടും. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒറിജിനൽ എഴുതിയിരിക്കുന്നത് ഡെത്ത് ക്രോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ രണ്ട് വാക്കുകളാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആ ക്രൂശ് മരണത്തിൻ്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടി അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്രൂശ് മരണത്തിന് ഇത്ര വലിയ പ്രാധാന്യം? അതിന് ഒരു കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഫിലിപ്പിയിലുള്ള എല്ലാ ആളുകൾക്കും, ഫിലിപ്പിയിലുള്ള എല്ലാ പൗരന്മാർക്കും റോമൻ പൗരത്വം കൊടുത്തു ചക്രവർത്തി. അതുകൊണ്ട് ഫിലിപ്പിയിലുള്ള ആളുകളെല്ലാവരും, അവിടെ താമസിക്കുന്നവരെല്ലാം റോമൻ പൗരന്മാരാണ്. ഒരു റോമൻ പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ക്രൂശിൽ അവനെ കൊല്ലുകയില്ല, തലവെട്ടി കൊല്ലുകയുള്ളൂ, ക്രൂശിച്ച് കൊല്ലുകയില്ല. പൗലോസിനെ തലവെട്ടിയെ കൊന്നത്, എന്നാൽ പത്രോസിനെ ക്രൂശിച്ച് കൊന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അടിമയ്ക്ക് കിട്ടുന്ന മരണം, അതാണ് നമ്മുടെ കർത്താവിന് ലഭിച്ചത്. അത് ഫിലിപ്പിയർക്ക് മനസ്സിലാവും. ഇത്രയും വലിയൊരു താഴ്ച സംഭവിച്ചതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം എന്തായിരുന്നു, അതിൻ്റെ അനന്തരഫലം എന്താണ്? അതാണ് 9-ാം വാക്യത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ആർക്കാണ് സകല നാമത്തിനും മേലായ നാമമുള്ളത്? അത് ദൈവത്തിൻ്റെയാണ്. യഹോവയായ ദൈവത്തിനാണ് സകല നാമത്തിനും മേലായ നാമമുള്ളത്, വേറെ ആർക്കുമില്ല. ആ നാമമാണ് യേശുവിന് നൽകിയിരിക്കുന്നത്. ഇത് നമ്മൾ യെശയ്യാപ്രവചനം 45-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, അതാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും, എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. ഈ യെശയ്യാപ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം ആരാ പറയുന്നത്? യഹോവയായ ദൈവമാണ് പറയുന്നത്. എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും, എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. അതേ കാര്യമാണ് അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ യഹോവയായ ദൈവം ആണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നാണ് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും മുഴങ്കാൽ, സ്വർലോകരും ഭൂലോകരും അധോലോകരും എല്ലാവരുടെയും മുഴങ്കാൽ മടങ്ങുമെന്നാണ്. ആരും അതിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ തൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് സ്വർഗത്തിലുണ്ടായ ഒരു കാര്യമാണ്. അത് അവിടെ ആർക്കും ഒരു ഓപ്ഷൻ കൊടുത്തില്ല, എല്ലാവരും അവനെ നമസ്കരിക്കണമെന്നാണ്. എന്നാൽ ഇനിയൊരു ദിവസം വരും, അന്ന് സ്വർഗത്തിലുള്ള ദൂതന്മാർ മാത്രമല്ല, ഭൂമിയിലുള്ളവരും അധോലോകത്ത് എന്ന് പറഞ്ഞാൽ പാതാളത്തിലുള്ളവരും എല്ലാവരുടെയും മുഴങ്കാൽ മടങ്ങുന്ന ഒരു ദിവസം വരും. അന്ന് ആർക്കും ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല, എല്ലാവരുടെയും മുഴങ്കാൽ മടങ്ങും. താൻ ഈ ഭൂമിയിലായിരുന്നപ്പോഴോ, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പല ആളുകളും അവനെ തിരസ്കരിച്ചു. ഇന്നും അങ്ങനെയാണല്ലോ. ഇന്നും അനേക ആളുകൾ യേശു ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. തൻ്റെ പുത്രനെ തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നുണ്ട്. എന്നാൽ
എല്ലാ നാവും യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു ദിവസം വരും. ഇവിടെ യേശുക്രിസ്തു കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഇത് ഈ സമയത്ത്, അതായത് പൗലോസ് ഇത് എഴുതുന്ന കാലത്ത് യഹൂദന്മാർ വായിച്ചിരുന്ന പഴയ നിയമം, അവരുടെ ബൈബിൾ എന്ന് പറയുന്നത് പഴയ നിയമമാണ്. അന്നത്തെ പുതിയ നിയമവിശ്വാസികളുടെയും ബൈബിൾ എന്ന് പറയുന്നത് പഴയ നിയമമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ നിയമം മുഴുവനും എഴുതിയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അവർ വായിക്കുന്ന ബൈബിൾ ഒരു ഗ്രീക്ക് ട്രാൻസ്ലേഷൻ, സെപ്റ്റൂജൻ്റ് എന്നൊക്കെ പറയും. ആ ഗ്രീക്ക് ട്രാൻസ്ലേഷനാണ് അവർ വായിച്ചിരുന്നത്. ആ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ യഹോവ എന്നുള്ള പദത്തിന് കൂറിലോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്, കർത്താവ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ യേശുക്രിസ്തു കർത്താവ് എന്ന് ഫിലിപ്പിയർക്ക് പൗലോസ് എഴുതുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് യേശുക്രിസ്തു യഹോവയായ ദൈവം എന്ന് തന്നെയാണ്. അതാണ് താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണ്, യഹോവയായ ദൈവമാണ് യേശുക്രിസ്തു എന്ന് എല്ലാ നാവും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഓപ്ഷനുണ്ട്. ഇപ്പോൾ മനസ്സോടെ യേശുക്രിസ്തു കർത്താവ് എന്ന് വിശ്വസിക്കുന്നവർ മാത്രമേ അത് ഏറ്റുപറയുള്ളൂ. എന്നാൽ ഒരു ദിവസം വരും, ഇന്ന് വിശ്വസിക്കാത്തവർ, ഇന്ന് അവനെ തിരസ്കരിച്ചവരെല്ലാം യേശുക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയേണ്ടി വരും. എന്നാൽ ഇന്ന് നമുക്ക് അത് പറയുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അത് നമുക്ക് അതിൻ്റെ വ്യാപ്തി എനിക്ക് തോന്നുന്നു നിത്യതയിലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതെന്തൊരു വലിയ ഭാഗ്യമാണ് യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുവാൻ ദൈവം നമുക്ക് നൽകിയ വലിയ ഭാഗ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഇവിടെ 12-ാം വാക്യത്തിൻ്റെ അവസാനത്ത് രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് കാണുന്നു. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് പൗലോസ് പഠിപ്പിച്ച ഉപദേശങ്ങൾക്കൊക്കെ ഘടകവിരുദ്ധമാണല്ലോ. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത് നിങ്ങൾ ഒരുപക്ഷെ ഓർക്കും. നമ്മളൊരു വേദഭാഗം പഠിക്കുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പശ്ചാത്തലം നോക്കി എഴുത്തുകാരൻ വായിക്കുന്നയാൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ചാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ആ കൂടെ തന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഓരോ പാഠങ്ങളും അല്ലെങ്കിൽ ഓരോ സത്യവും ദൈവവചനത്തിൻ്റെ മൊത്തമുള്ള പഠിപ്പിക്കലിന് എതിരാണോ എന്നുകൂടി നോക്കണം. അപ്പം അത് ഇപ്പോൾ ഈ ഒരു വാക്യം രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന ഈ ഭാഗം മാത്രം എടുത്ത് നമ്മൾ അതൊരു ഉപദേശമാക്കാൻ ശ്രമിച്ചാൽ അത് പുതിയ നിയമത്തിൻ്റെ പഠിപ്പിക്കലിന് എതിരാണ്. കാരണം പുതിയ നിയമത്തിൽ പ്രവർത്തിയാലല്ല രക്ഷ എന്ന കാര്യം വളരെ വ്യക്തമായി എഫേസ്യ ലേഖനത്തിലും റോമാലേഖനത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് പുതിയ നിയമത്തിൻ്റെ മൊത്തം പഠിപ്പിക്കലിനെതിരാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്? ഇത് നമ്മൾ ചിന്തിക്കണം. രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ, അത് ഇംഗ്ലീഷിൽ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ നമ്മൾ പ്രവർത്തിക്കണമെന്നാണ്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് പൗലോസ് അവിശ്വാസികൾക്കല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നവർക്കാണ് എഴുതിയിരിക്കുന്നത്. രക്ഷിക്കപ്പെടാത്തവർക്കാണ് താൻ എഴുതിയിരുന്നെങ്കിൽ താൻ ഇത് എഴുതുകയില്ലായിരുന്നു. കാരണം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം എന്ന് താൻ എഴുതുമായിരുന്നു. എന്നാൽ വിശ്വാസികളായ ആളുകൾക്ക് താൻ എഴുതുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ, അല്ലെങ്കിൽ വർക്കൗട്ട് യുവർ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് ഫോർ യുവർ സാൽവേഷൻ. നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഈ സമയത്ത് ജോൺ കാൽവിൻ പറഞ്ഞ ഒരു കാര്യം വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അദ്ദേഹം പറഞ്ഞത്, ഫെയ്ത്ത് അലോൺ സേവ്സ്, ബട്ട് സേവിങ് ഫെയ്ത്ത് ഈസ് നെവർ അലോൺ. എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. സോളഫീഡ, അതെ, വിശ്വാസത്താലാണ് നമ്മുടെ രക്ഷ. എന്നാൽ നാം രക്ഷിക്കപ്പെടുവാൻ ഉതകുന്ന വിശ്വാസം ഒരിക്കലും പ്രവൃത്തിയില്ലാത്തതല്ല. യാക്കോബ് എന്താ പറഞ്ഞത്? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത്. കാരണം നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നാം ദൈവമക്കളാണെങ്കിൽ, നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടു, എന്നാൽ യാതൊരു നന്മ പ്രവൃത്തി ഇല്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ അതൊരു കോൺട്രഡിക്ഷനാണ്, അത് ചത്ത വിശ്വാസം എന്നാണെന്നാണ് യാക്കോബ് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗം കൂടി നോക്കാം. അതിനു മുമ്പ് തന്നെ 12-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത്, അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. അപ്പോൾ ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് ആര് കാണുന്നുണ്ട്, ഞാനിതൊക്കെ ചെയ്യുന്നത് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ പൗലോസ് ഫിലിപ്പിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ യൂണിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ആ രണ്ട് സ്ത്രീകളും അവർ തമ്മിൽ ശണ്ട ഉണ്ടാക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പൗലോസ് ഇല്ലായിരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം അവിടെ ഉണ്ടായത്. അപ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല, നിങ്ങൾ ഏറ്റവും അധികമായ ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായി നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ കാണണം എന്ന് മാത്രമല്ല, നിങ്ങളുടെ രക്ഷയെ വെളിപ്പെടുത്തുന്ന പ്രവർത്തികൾ ചെയ്യുവാൻ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. 13-ാം വാക്യത്തിൽ, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് വളരെ അധികം നമ്മെ വിനയപ്പെടുത്തുന്നൊരു വാക്യമാണ്. പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ, ചില കാര്യങ്ങൾ ചെയ്യുവാൻ, അല്ലെങ്കിൽ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒക്കെ നമുക്ക് തോന്നും. നമുക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും, ഒരു പ്രോംപ്റ്റിംഗ് ഉണ്ടാവും. അത് ദൈവം തരുന്നതാണെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹങ്ങൾ തരുന്നത് ദൈവമാണ്. ഓക്കെ, അത് കഴിഞ്ഞെന്താ പറയുന്നത്? ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവമാണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആ വില്ല് തരുന്നത്. പിന്നെ താൻ അത് കഴിഞ്ഞ് പറയാണ്, നിങ്ങളിൽ പ്രവർത്തിക്കുന്നതും ദൈവമാണ്. വാസ്തവത്തിൽ അതാണല്ലോ ക്രിസ്തീയ ജീവിതം. നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതല്ല ക്രിസ്തീയ ജീവിതം. അതൊരുപക്ഷെ ധാർമ്മിക ജീവിതം, അതാണ് ഈ ലോകത്തിലുള്ള പല ആളുകളും ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ ആത്മീക ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതാണ് ആത്മീയ ജീവിതം. അഥവാ പൗലോസ് പറഞ്ഞ പോലെ, ക്രിസ്തു അല്ലോ എന്നിൽ ജീവിക്കുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നതല്ല, മറിച്ച് ക്രിസ്തു എന്നിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്നതും ദൈവം, പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹം തരുന്നതും ദൈവം, പ്രവർത്തിക്കുന്നതും ദൈവം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ രാജ്യത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് ഫെയ്റ്റിസം, അതായത് വിധി, എല്ലാം വിധിയാണ്, എല്ലാം വിധിയാണെന്നാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റുകയില്ലെന്നാണ് നമ്മുടെ രാജ്യത്തുള്ള, അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസത്തിൻ്റെ ഒരു പ്രധാന പഠിപ്പിക്കൽ. അതിന് പല അനന്തരഫലങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ചവനാണെങ്കിൽ അവന് ഒരു പ്രത്യേകതരം ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്. അവൻ അതേ ചെയ്യാവൂ, അവൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകരുത്. അതാണ് വിധി, ഫെയ്റ്റലിസം. അവന് മാറാൻ സാധിക്കില്ല. എന്നാൽ ക്രിസ്തു വിശ്വാസം അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്, ആളുകളുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകുവാൻ അവനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. പലയിടത്തും സുവിശേഷ പ്രവർത്തനത്തെ ആളുകൾ എതിർക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്.
നിങ്ങൾ ഏത് ദൈവത്തെ വിശ്വസിച്ചാലും അവർക്കൊരു വിഷയമല്ല. നമുക്കറിയാമല്ലോ, ഈ നമ്മുടെ നാട്ടിലെ വിശ്വാസങ്ങൾ അനുസരിച്ച് ഈ ഏത് ദൈവത്തെ വിശ്വസിക്കുവാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ താഴ്ന്ന ജാതിയിലുള്ള ഒരുത്തൻ വിദ്യാഭ്യാസം നേടി അവൻ്റെ തൊഴിൽ ചെയ്യാതെ വേറൊരു ജോലി ചെയ്യുന്നു എന്ന് കണ്ടാൽ അവിടെ പ്രശ്നം ഉണ്ടാവും. ഞാൻ ഈ 2 ദിവസം മുമ്പ് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പോയി. ഇരുളാസ് തമിഴ്നാട്ടിലുള്ളവരാണ്. അവിടെയുള്ള കുട്ടികളാരും സ്കൂളിൽ പോകില്ല. ഞാൻ പല കുട്ടികളെയും കണ്ടു, ആരും സ്കൂളിൽ പോകില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഈ കുട്ടികൾ സ്കൂളിൽ പോയാൽ അവിടെയുള്ള മറ്റു കുട്ടികൾ അവരെ അവിടെ പഠിക്കാൻ അനുവദിക്കില്ല. ഗവൺമെൻറ് സ്കൂളാണെന്ന് ഓർക്കണം. 2025 നടക്കുന്ന കാര്യമാണ്. അത് നോർത്ത് ഇന്ത്യയിലല്ല, സൗത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസം. അതല്ല ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് പൗലോസ് പഠിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. ഇത് വിധിയാണ് അതല്ല പറയുന്നത്. എന്നാൽ ക്രിസ്തു നമ്മിൽ പ്രവർത്തിക്കുന്നു. ദൈവം ആണ് നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം തരുന്നത്. അപ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ തോന്നുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത്, ഇത് രണ്ടും ദൈവത്തിൻ്റെ ഹിതമാണ്. ഇതാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം. ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു, നമ്മൾ ആ പ്രവൃത്തിയോട് സഹകരിക്കുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഞാൻ ചിന്തിച്ചു. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് നമുക്കൊരിക്കലും അഹങ്കരിക്കാൻ പറ്റില്ല. കാരണം ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിച്ചത് ദൈവമാണ്, ഇത് എന്നിലൂടെ ചെയ്തതും ദൈവമാണ്. പിന്നെ ഞാൻ എന്തിനാണ് അഹങ്കരിക്കുന്നത്? ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് എന്തിനാണ് ക്രെഡിറ്റ് എടുക്കുന്നത്? പലപ്പോഴും ക്രിസ്തീയ ശുശ്രൂഷകളിലെ ഒരു പ്രധാന പ്രശ്നം ഇതാണ്, ക്രെഡിറ്റ്. എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ ഉടനെ അതിൻ്റെ ക്രെഡിറ്റ്. നമ്മൾ ആരോടെങ്കിലും ഒരു സുവിശേഷം പറഞ്ഞാൽ അയാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ അന്നേരം ബൈബിൾ എടുത്ത് അതിൽ എഴുതിക്കോ, മോനെ ഇന്ന ദിവസം നീ രക്ഷിക്കപ്പെട്ടു, പേര് അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ എഴുതി. എന്തിനാ? അതിൻ്റെ ആവശ്യമില്ല. ദൈവമാണ് നമ്മിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും അതിൻ്റെ ക്രെഡിറ്റിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ആർക്കും നമുക്ക് ദൈവസന്നിധിയിൽ ബോസ്റ്റ് ചെയ്യാൻ, ദൈവസന്നിധിയിൽ ഞാൻ കാരണമാണ് ഇങ്ങനെ വന്നത്, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല എന്ന് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അത് തന്നെ ദൈവസന്നിധിയിൽ ആർക്കും അഹങ്കരിക്കുവാനായിട്ട് വഴിയില്ല. പിന്നെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഞാൻ പഠിക്കുന്ന കാലത്ത് വളരെ വൈഷമ്യം പിടിച്ച ഒരു സാഹചര്യത്തിലാണ് ജീവിച്ചത്. ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നപ്പോൾ, അത് ഹോസ്റ്റലിന് പേരേ ഉള്ളൂ, ആ ഹോസ്റ്റലിൽ യാതൊരു നിയമവും ഇല്ലായിരുന്നു, എന്തും ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ ബൈബിളിൽ ഇങ്ങനെ എഴുതി വെച്ചത് ഓർക്കുന്നുണ്ട്. അവിടെ സാത്താൻ്റെ സിംഹാസനമുള്ളിടം എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ സഭയെക്കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അവിടെ എഴുതി വെച്ചു, ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ പേര് അവിടെ എഴുതി വെച്ചു. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന തലമുറ എന്ന് പറയുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നന്നായിട്ട്, നമുക്കൊരു നല്ല സാഹചര്യം ഉണ്ടായിട്ട് നമ്മൾക്ക് നന്നായിട്ട് ജീവിക്കാമെന്ന് ആരും കരുതരുത്. പൗലോസ് അന്ന് കാലത്ത് പറഞ്ഞിരിക്കുകയാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകണം. നമുക്കറിയാമല്ലോ, തീത്തോസിൻ്റെ ലേഖനത്തിൽ മൂപ്പന്മാരുടെ യോഗ്യത പറഞ്ഞിട്ടുണ്ട്. മൂപ്പന്മാരുടെയും ശുശ്രൂഷക്കാരുടെയും യോഗ്യത പറഞ്ഞിട്ടുണ്ട്. അതേ പുസ്തകത്തിൽ തന്നെ ക്രേത്തയിലുള്ള ആളുകളെക്കുറിച്ച്, അപ്പോൾ ക്രേത്തയിലേക്കാണല്ലോ ഈ തീത്തോസിൻ്റെ ലേഖനം എഴുതിയത്. ക്രേത്തയിലുള്ള ആളുകളെക്കുറിച്ച് അവരുടെ ഇടയിൽ തന്നെയുള്ളൊരു വിദ്വാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ. സർവ്വതാ അസത്യവാദികളും പെരുവേരന്മാരും ദുഷ്ടജന്തുക്കളും എന്നൊക്കെയാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് തീത്തോസ് സഭയിൽ മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടത്. എന്നാൽ ഇത്ര വൃത്തികെട്ട ആളുകളുള്ള സ്ഥലമല്ലേ, എന്നാൽ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഒരു ശകലം കുറയ്ക്കാമെന്ന് പൗലോസ് പറഞ്ഞില്ല.
തിമോഥെയോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന അതേ യോഗ്യത തന്നെ ക്രേത്തയിലുള്ള മൂപ്പന്മാർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ആത്മീയ നിലവാരം. നിങ്ങൾ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ തന്നെയാണ് ജീവിക്കുന്നത്. സകലവിധ വഷളത്വവും സകലവിധ അധാർമികതയും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ നിങ്ങൾ അനിന്യരായിരിക്കണം. ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നോക്കിയിട്ട് ആരും ഒരു പ്രഥമ ദൃഷ്ടി ഒരു കുറ്റം പറയാൻ പാടില്ല. സാധാരണ നമുക്ക് വിശ്വാസികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്കും ചെയ്യാം. അയ്യോ, പാടില്ല. എല്ലാവരുടെയും നിയമം അല്ല നമുക്ക്. ഞങ്ങളുടെ സഭയിൽ ഇപ്പോൾ ലേവ്യ പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലേവ്യ പുസ്തകത്തിൽ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ അതൊന്നും ഒരു പുരോഹിതന് ചെയ്യാൻ പറ്റില്ല. പുരോഹിതൻ്റെ നിയമം വേറെയാണ്. നമ്മൾ രാജകീയ പുരോഹിത വർഗം എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളെ നോക്കി ഒരു കുറ്റം പറയാൻ അതിനൊരു അവസരം നമ്മൾ കൊടുക്കരുത്. പിന്നെ പരമാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഇന്നസെൻറ്റ്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എന്തെങ്കിലുമൊക്കെ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാമായിരിക്കും. പക്ഷേ നമ്മൾ പരമാർത്ഥികളായിരിക്കണം. ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കൾ, ചിൽഡ്രൻ ഓഫ് ഗോഡ് വിത്തൗട്ട് ബ്ലെമിഷ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ പറയുന്നത് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അപ്പോൾ ഈ പിറുപിറുപ്പും വാദവും വിശ്വാസികളോടുള്ള പിറുപിറുപ്പാണോ അതോ അവിശ്വാസികളോടുള്ള പിറുപിറുപ്പാണോ? ഇങ്ങനെ ഒരു ചോദ്യം നമുക്കുണ്ടാവാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ, നമുക്ക് ഇഷ്ടമില്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പിറുപിറുക്കും. പിന്നെ ഞാൻ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞുള്ള വാദം, അതൊന്നും ചെയ്യരുതെന്നാണ് പൗലോസ് പറയുന്നത്. അത് വിശ്വാസികളുടെ ഇടയിലാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഇങ്ങനെയായിരിക്കണം. നമ്മുടെ ജോലി നമ്മൾ മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് ചെയ്യണം. നമുക്ക് കിട്ടുന്നത് കുറഞ്ഞു പോയി, നമ്മുടെ അവകാശങ്ങൾ അതിനുവേണ്ടി നമ്മൾ സമരം ചെയ്യണം, ഇങ്ങനെയൊരു മനോഭാവം ഒരു വിശ്വാസിക്ക് പാടില്ല. തൻ്റെ ജോലിയിൽ, തനിക്ക് ലഭിച്ച ജോലിയിൽ താൻ ഒരു പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. പിന്നെ 15-ാം വാക്യത്തിൽ അവരുടെ ഇടയിൽ, അതായത് ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ ഈ ഡയമണ്ട് വിൽക്കുന്ന കടകളിൽ പോയിട്ടുണ്ടോയെന്ന്. ഡയമണ്ട് അതുപോലെ ആഭരണങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ പോയാൽ ആ ആഭരണങ്ങളൊക്കെ വയ്ക്കുന്നത് കടുനീല നിറത്തിലുള്ള വെൽവെറ്റ് അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള വെൽവെറ്റ്, അതിലാണ് ഇത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതവിടെ ഇരുന്ന് ഈ ചെറിയ ഒരു ഡയമണ്ട് ആയിരിക്കും, പക്ഷെ അതവിടെ ഇരുന്ന് തിളങ്ങും. അതിൻ്റെ കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അല്ലാതെ നമ്മൾ കുറേ സാധനം വലിച്ചു വാരിയിട്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഡയമണ്ട് കിടന്നാൽ അത് എടുത്ത് കാണിക്കുകയില്ല. ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറ, ഈ ദുഷ്ടലോകത്ത് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. അപ്പോൾ നമുക്ക് ജ്യോതിസുകളെ പോലെ ഈ ലോകത്ത് പ്രകാശിക്കണമെങ്കിൽ അതിന് ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ജീവന്റെ വചനം പ്രമാണിക്കുക, ദൈവവചനം അനുസരിച്ച് നടക്കുക. എങ്ങനെ നമുക്ക് ദൈവവചനം അനുസരിച്ച് നടക്കാൻ സാധിക്കും? ദൈവവചനം അനുസരിച്ച് നടക്കണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ചെല്ലണം. ദൈവവചനം ഉള്ളിൽ ചെല്ലാൻ, തെറ്റിദ്ധരിക്കരുത്, ആഴ്ചയിൽ ഒരു ദിവസം ഒരു പ്രസംഗം കേട്ടതുകൊണ്ടോ ഒരു ബൈബിൾ ക്ലാസ് കേട്ടതുകൊണ്ടോ കാര്യമില്ല. നമ്മൾ ദൈവവചനം വായിക്കണം. അത് ഓരോരുത്തരും വായിക്കണം. ഇന്ന് ദൈവവചനം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതിരിക്കാൻ യാതൊരു ഒഴിവും ആർക്കും പറയാൻ സാധിക്കില്ല. 2-3 ദിവസം മുമ്പ് കൊല്ലത്തുള്ള ശിവരാമൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചുപോയി. നിങ്ങളാരും അറിയില്ല ശിവരാമനെ. എനിക്ക് പരിചയമുണ്ട്. ശിവരാമന് കണ്ണ് കാണുകയില്ലായിരുന്നു. ശിവരാമനും ശിവരാമൻ്റെ ഭാര്യയ്ക്കും കണ്ണ് കണ്ടുകൂടാ.
ഈ ശിവരാമന് ഒരു 2-3 വർഷം മുമ്പ് ഞങ്ങളൊരു ഓഡിയോ ബൈബിൾ കൊടുത്തു. വായിക്കാൻ മേല, കണ്ണ് കാണാത്ത ആളാണല്ലോ. ഈ പുള്ളിക്ക് ഈ ബൈബിൾ കൊടുത്തിട്ട് ഒരു 4 മാസം കഴിഞ്ഞപ്പം അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹത്തെ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ ഞാൻ ബൈബിൾ മുഴുവൻ കേട്ടു. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പം ലേവ്യ പുസ്തകം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനത് കേട്ടിട്ട് മൂക്കത്ത് വിരൽ വെച്ച് പോയി. കാരണം എല്ലാ വർഷവും ആദ്യം നമ്മൾ ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പം ഉൽപ്പത്തി പുസ്തകം വായിക്കും, പുറപ്പാട് പുസ്തകം പകുതി വരെ കുഴപ്പമില്ല, പിന്നെ ആ സമാഗമന കൂടാരത്തിൻ്റെ ഭാഗമൊക്കെ വരുമ്പോഴത്തേന് ബോറടി തുടങ്ങും. ലേവ്യ പുസ്തകം വരുമ്പോഴും നമ്മൾ നിർത്തും. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇതെന്തൊരു ബോറാന്ന് പറഞ്ഞ് നമ്മൾ നിർത്തും. ആ മനുഷ്യൻ ഒരു വർഷം 3 പ്രാവശ്യം ബൈബിൾ മുഴുവൻ കേൾക്കും. എനിക്ക് ശരിക്കും നാണം തോന്നി കേട്ടിട്ട്. അയാൾ മരിച്ചുപോയി, കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇന്ന് ബൈബിൾ വായിക്കാൻ നിങ്ങൾക്ക് കണ്ണ് കാണുകയല്ലേ, കുഴപ്പമില്ല. ഏതെല്ലാം തരത്തിൽ ബൈബിൾ കേൾക്കാൻ യൂട്യൂബ് ചാനൽ ഏതെല്ലാം വേർഷൻസ് ഉണ്ട്. എന്തുമാത്രം വഴിയുണ്ട് ബൈബിൾ വായിക്കാൻ അല്ലെങ്കിൽ ബൈബിൾ കേൾക്കാൻ. അപ്പം നമുക്ക് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഉള്ളിൽ വരണം. അത് വായിച്ചായാലും കേട്ടായാലും മെഡിറ്റേറ്റ് ചെയ്തായാലും നമ്മളത് ചെയ്യണം. പൗലോസ് പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ, അങ്ങനെ അപ്പം ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചാൽ, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. എന്താ താൻ പറയുന്നത്? ഫിലിപ്പിയിലെ വിശ്വാസത്തിൽ വരുവാൻ വേണ്ടി പൗലോസ് ഓടിയോ? തീർച്ചയായിട്ടും ഓടി. ഫിലിപ്പിയിലേക്ക് പോകാൻ പൗലോസിനൊരു പ്ലാനേ ഇല്ലായിരുന്നു. ഏഷ്യയിലേക്ക് പോകാനായിരുന്നു. പരിശുദ്ധാത്മാവ് വഴി തടഞ്ഞു നിന്നിട്ട് പറഞ്ഞു, പിന്നെ ഒരു ദർശനം കൊടുത്തു. ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടൽ കടന്ന് ഫിലിപ്പിയിൽ ചെന്നു. അവിടെ സിനഗോഗൊന്നുമില്ല, പക്ഷേ അവിടെ വളരെ കഷ്ടപ്പെട്ട് ഒരു സ്ത്രീയോട് സുവിശേഷം പറഞ്ഞു, പിന്നെ ജയിലിൽ കിടന്നു, അടികൊണ്ടു. ഇതെല്ലാം ചെയ്തത് ഇതിനു വേണ്ടിയാ. വെറുതെ ആയില്ല എന്ന് താൻ പറയുന്നത് എന്തുകൊണ്ടാണ്? വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഒരു സ്ഥലത്തെ പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ ബ്രദറുകാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അവിടെ ഒരു സഭാ ഹാൾ ഉണ്ടായാൽ എനിക്ക് പ്രശംസ ഉണ്ടാവുന്നതാണ്, അല്ലേ? സഭാ ഹാൾ വേണം കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സഭാ ഹാൾ വേണം. പക്ഷെ പൗലോസ് പറയുന്നത് അതല്ല. ക്രിസ്തുവിൻ്റെ നാളിൽ, അവസാന നാളിൽ നിങ്ങൾ എങ്ങനെ ദൈവ മുമ്പാകെ നിൽക്കും, ക്രിസ്തുവിൻ്റെ മുമ്പാകെ നിങ്ങൾ എങ്ങനെ നിൽക്കും, അതാണ് എൻ്റെ പ്രശംസ. അന്നാണ്. അതിനു മുമ്പ് ഞാൻ ഒന്നും കണ്ട് അളക്കുന്നില്ല. നിങ്ങൾ എങ്ങനെ ദൈവ മുമ്പാകെ നിൽക്കും, അതാണ് എൻ്റെ പ്രശംസ. അതാണ് പൗലോസിൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം. എന്നിട്ട് താൻ പറയുന്നു, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ഇവിടെ പൗലോസ് പറയുന്നത് പാനീയയാഗത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ടല്ലോ, അതേ ആശയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാനീയയാഗമായിട്ട് സാധാരണ വീഞ്ഞാണ് ഒഴിക്കുന്നത്. അപ്പോൾ യാഗത്തിൻ്റെ മേൽ ഈ വീഞ്ഞൊഴിക്കുക. ഇപ്പം ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയുക, ഫ്ലാഷ് ഇൻ ദ പാൻ എന്നൊരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചട്ടിക്കകത്ത് എന്തെങ്കിലും വറുത്തുകൊണ്ടിരിക്കും, എണ്ണയിൽ എന്തെങ്കിലും വറുത്തുകൊണ്ടിരിക്കുമ്പം തീ കൂടിപ്പോയാൽ ചട്ടിക്കകത്ത് തീ കയറും, അല്ലെങ്കിൽ ഫ്രൈങ് പാനകത്ത് തീ കയറും. അതിനാണ് ഫ്ലാഷ് ഇൻ ദ പാൻ എന്ന് പറയുന്നത്. പക്ഷെ അത് 1 മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂ, അത് നിലനിൽക്കുന്നതല്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ കെടുത്തിക്കളയും. ഈ പാനീയയാഗം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നതോ അപ്രീഷിയേറ്റ് ചെയ്യുന്നതോ യാതൊരു ഗുണവും അതിനില്ല. വളരെ നിമിഷ നേരത്തേക്കുള്ളൊരു സംഗതിയാണത്. പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്ന, രക്തം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ എന്നാണ് അതിൻ്റെ അർത്ഥം, ഞാൻ സന്തോഷിക്കും. കാരണം എൻ്റെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ആണെങ്കിലും, എൻ്റെ ജീവൻ പോയി, പക്ഷെ അതുകൊണ്ടൊരു ചെറിയ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിലും അത് മതി, എനിക്കതിൽ വളരെ സന്തോഷമാണ്. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോടുകൂടെ സന്തോഷം. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ സന്തോഷിക്കുന്ന കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ എന്നോടുകൂടെ സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ സന്തോഷിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളും സന്തോഷിക്കണം.
അതാണ് പൗലോസ് പറയുന്നത്. ഇനി എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടത് തിമത്യോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നത്. അവനോ മകൻ അപ്പന് ചെയ്യുന്ന പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാവും എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തിമത്യോസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർത്താവായ യേശു ക്രിസ്തു സ്വന്തം കാര്യമല്ല മറ്റുള്ളവരുടെ കാര്യം, സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം, മറ്റുള്ളവനെ ശ്രേഷ്ഠനായി എണ്ണുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തുന്നു കർത്താവായ യേശു ക്രിസ്തു. പിന്നെ പൗലോസ് തൻ്റെ കാര്യം പറയുന്നു, ഞാൻ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും സാരമില്ല, ഞാനതിൽ സന്തോഷിക്കും, നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ പൗലോസിൻ്റെ ഉദാഹരണം. പിന്നെ അടുത്തതായിട്ട് താൻ ഒരു ഉദാഹരണം എടുക്കുന്നത് തിമത്യോസിൻ്റെയാണ്. തിമത്യോസിനെ അവർക്കറിയാം. പൗലോസ് ഫിലിപ്പിയിൽ ആദ്യം ചെന്നപ്പോൾ തിമത്യോസ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. തിമത്യോസ് എൻ്റെ ആദ്യത്തെ മിഷണറി ജേർണിയാണ് പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ തിമത്യോസിനെ അവർക്കറിയാം. ഇപ്പോൾ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമത്യോസിനെ ഞാൻ അങ്ങോട്ട് അയക്കാമെന്ന് കരുതുന്നു. അപ്പം പൗലോസ് ഈ കത്ത് എഴുതിയതിന് ശേഷം, ഈ കത്തും കൊണ്ട് പോകുന്നത് തിമത്യോസ് അല്ല, എപ്പഫ്രാദിത്തോസാണ്. ഈ കത്ത് വായിച്ചതിന് ശേഷം അവിടെ എന്ത് മാറ്റം ഉണ്ടായി? അവർക്കൊരു നല്ല മാറ്റം ഉണ്ടായോ? അവരുടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ തീർന്ന് യൂണിറ്റി ഉണ്ടായോ? ഇതറിഞ്ഞാൽ എൻ്റെ മനം തണുക്കും. വളരെ പോസിറ്റീവായിട്ടാണ് താൻ പറയുന്നത്. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമത്യോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. അപ്പോൾ പൗലോസിന് ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്, അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് താൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഇതേ മനോഭാവമായിരുന്നു തെസ്സലോനിക്ക ലേഖനം എഴുതിയപ്പോഴും. തെസ്സലോനിക്ക ലേഖനം എഴുതിയപ്പോഴും നമുക്കറിയാം അവരുടെ സ്ഥിതി എന്താണെന്ന് അറിയാൻ പൗലോസിനൊരു 1 തെസ്സലോനിക്കയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതറിയാൻ പൗലോസിന് വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. തനിക്ക് സഹിച്ചുകൂടാഞ്ഞിട്ട് തിമത്യോസിനെ അങ്ങോട്ട് അയച്ചു എന്നാണ് പറയുന്നത്, അവരുടെ വസ്തുത അറിയാൻ. അപ്പോൾ അതൊരു ന്യായമായ കാര്യമാണ്. താൻ സ്നേഹിക്കുന്ന ആളുകളുടെ സ്ഥിതി അറിയാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. തിമത്യോസിനെ അങ്ങനെ അങ്ങോട്ട് അയക്കാമെന്ന് താൻ ആശിക്കുന്നു. അപ്പോൾ തിമത്യോസിനെ ഇപ്പോൾ അയക്കുന്നില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞ്, അല്ലെങ്കിൽ അധികം താമസിക്കാതെ തന്നെ തിമത്യോസിനെ അങ്ങനെ അങ്ങോട്ട് അയക്കാമെന്നാണ് പൗലോസിൻ്റെ ആശ. എന്നിട്ട് പൗലോസ് തിമത്യോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. അപ്പോൾ പൗലോസ് എങ്ങനെ ഫിലിപ്പിനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തിമത്യോസും ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ സ്നേഹിക്കുന്നു. അവൻ വളരെ ഫെയ്ത്ത്ഫുള്ളാണ്. പരമാർത്ഥമായി കരുതുവാൻ വേറെ ആരുമില്ല. പിന്നെ അവനെപ്പോലെ വേറെ ആരുമില്ല. തുല്യചിത്തനായി എനിക്ക് വേറെ ആരുമില്ല. നോ വൺ ലൈക്ക് ഹിം. പിന്നെ 21-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നത്. അവനോ മകൻ അപ്പന് ചെയ്യുന്ന പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നു. സാധാരണ ആളുകൾ സ്വന്തം കാര്യം നോക്കുമ്പോൾ തിമത്യോസ് അങ്ങനെയല്ല. സ്വന്തം കാര്യമല്ല അവൻ നോക്കുന്നത്. നമ്മൾ നേരത്തെ ഈ അധ്യായത്തിൽ കണ്ടതാണല്ലോ, സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം നോക്കണം. അപ്പോൾ സ്വന്തം ഗുണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ആളാണ്, സ്വാർത്ഥതയില്ലാത്ത ഒരാളാണ് തിമത്യോസ് എന്ന് പറയുന്നു. പിന്നെ അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നു. സിദ്ധത എന്ന് പറയുന്നത് പ്രൂവൺ വർത്ത്. അതായത് ഒരാളെ കാണുമ്പോൾ നമുക്ക് നല്ല ആളാണെന്ന് തോന്നും, നല്ല സഹോദരനാണെന്ന് തോന്നും. അങ്ങനെയല്ല, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ താൻ എങ്ങനെ പെരുമാറി എന്നത് ഫിലിപ്പിയിലുള്ള ആളുകൾ കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത് അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ, അവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകും എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പൗലോസ് ജയിലിൽ കിടക്കുകയാണ്. ഈ ജയിലിൽ കിടന്നിട്ട് തൻ്റെ കേസിൻ്റെ വിധി എന്താകും എന്നൊരാകാംക്ഷ തനിക്കുണ്ട്. നമുക്കറിയാം ഈ ഇംപ്രിസൺമെൻറ്റ് മരണത്തിലല്ല അവസാനിച്ചത്. താനിപ്പോൾ ജയിലിലാണ്, എന്നാൽ ജയിലിൽ തന്നെ പിന്നീട് വിടുവിച്ചു. പക്ഷേ അതിനു മുമ്പാണ് താനിത് എഴുതുന്നത്. അപ്പോൾ താൻ പറയുന്നത് എൻ്റെ കേസിൻ്റെ വിധി എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ,
അറിഞ്ഞ ഉടനെ അവനെ അയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് പൗലോസിൻ്റെ ആഗ്രഹം. അപ്പോൾ ഇവിടെ പൗലോസ് ഒരു ഉദാഹരണം കൂടി എടുക്കുകയാണ്. കർത്താവിൻ്റെ ഉദാഹരണമുണ്ട്, പൗലോസിൻ്റെ ഉദാഹരണമുണ്ട്, ഇപ്പോൾ തിമോത്തിയോസിൻ്റെ ഉദാഹരണം. തിമോത്തിയോസ് നിങ്ങൾക്കറിയാവുന്ന ആളാണ്, ചെറുപ്പക്കാരനാണ്. ഞാൻ ആദ്യം ഫിലിപ്പിയിൽ വന്നപ്പോൾ ഒരു ടീനേജറായിരുന്നു, വളരെ ചെറിയ ഒരു പയ്യനായിരുന്നു. എന്നാൽ അവൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സ്വന്തം ഗുണം നോക്കാതെ ശുശ്രൂഷ ചെയ്യുന്നവനായിരുന്നു എന്ന് താൻ പറയുകയാണ്. അതാണ് തിമോത്തിയോസ്. ഇനി വേറൊരാൾ, അനദർ മോഡൽ. ഈ ആൾ തിമോത്തിയോസ് വേറൊരു സ്ഥലത്തു നിന്ന് വന്നു, ലിസ്ത്രയിൽ നിന്ന് വന്ന. പൗലോസ് പിന്നെ അപ്പോസ്തലനാണ്. ആദ്യത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ കർത്താവാണ്. കർത്താവിന് പറ്റും, നമുക്ക് പറ്റുകയില്ല എന്ന് പറയുമ്പോഴാണ് പൗലോസ് ചെയ്തു. പൗലോസ് ഒരു മനുഷ്യനാണല്ലോ, പൗലോസിന് അങ്ങനെ സാധിക്കും, തിമോത്തിയോസിന് അത് സാധിക്കും. എന്നാൽ ഇപ്പോൾ പൗലോസ് വേറൊരു ഉദാഹരണം എടുക്കുന്നത് അവരുടെ ഇടയിൽ തന്നെയുള്ള ഒരു സഹോദരൻ്റെ കാര്യമാണ്. എന്നാൽ താൻ പറയുന്നത്, എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചും ഇരുന്നു. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ഇവിടെ പൗലോസ് ഈ ആദ്യം മടക്കി അയക്കുന്നത് എപ്പഫ്രാദിത്തോസിനെയാണ്. നിങ്ങളുടെ അടുക്കൽ അയക്കുന്ന ആവശ്യമെന്ന് എനിക്ക് തോന്നി. അതുപോലെ 28-ാം വാക്യത്തിൻ്റെ അവസാനം, ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പർപ്പസ്ഫുള്ളി ആദ്യം തന്നെ എപ്പഫ്രാദിത്തോസിനെയാണ് അയക്കുന്നത്. എന്താ കാരണം? ഇവർ പണം കൊടുത്ത് അല്ലെങ്കിൽ വസ്തുവകകളുമൊക്കെയായി എപ്പഫ്രാദിത്തോസിനെ റോമിലേക്ക് അയച്ചു. റോമിൽ പൗലോസിന് ഒരു സഹായമാകുവാൻ വേണ്ടിയാണ് താൻ അവിടെ പോയത്. പക്ഷേ എന്താ സംഭവിച്ചത്? അവിടെ ചെന്ന് എപ്പഫ്രാദിത്തോസ് രോഗിയായി. പൗലോസ് എപ്പഫ്രാദിത്തോസിനെ ശുശ്രൂഷിക്കേണ്ട സ്ഥിതി വന്നു. അപ്പോൾ അവരെന്ത് വിചാരിക്കും? ഇവനെ ഒരു ഉപകാരത്തിന് വിട്ടതാണ്, പക്ഷെ അവനെ കൊണ്ട് ഉപകാരമല്ല ഉപദ്രവമാണല്ലോ ഉണ്ടായത് എന്ന് ഫിലിപ്പിയിലുള്ള സഹോദരന്മാർക്ക് തോന്നിക്കാണും. ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലല്ലോ എന്ന ഒരു ഇച്ഛാഭംഗം അവർക്ക് ഉണ്ടായി. എന്നാൽ ആ കാര്യം ഒന്നും പൗലോസ് തൻ്റെ ഒരു വാക്കിലും അത് അങ്ങനെയൊന്നും പറയുന്നില്ല. അവർക്കങ്ങനെ തോന്നിക്കാണും. എന്നിട്ട് താൻ പറയുന്നു, അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചും ഇരിക്കുന്നു. അപ്പോൾ അവൻ ദീനമായി എന്നുള്ളതിലല്ല അവൻ്റെ വ്യസനം. ഞാൻ ഇങ്ങനെ രോഗിയായി എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടല്ലോ, അപ്പോൾ നിങ്ങൾ വിഷമിച്ചല്ലോ എന്നതിലാണ് എപ്പഫ്രാദിത്തോസിൻ്റെ വ്യസനം. മനസ്സിലായോ? എൻ്റെ അസുഖം മാറി, എനിക്ക് വേദനയുണ്ട്, എനിക്ക് പനിയുണ്ട്, തലവേദനയുണ്ട്, അല്ല, ഞാൻ കാരണം, എൻ്റെ അസുഖം കാരണം അവർ വ്യസനിച്ചല്ലോ എന്നതായിരുന്നു അവൻ്റെ കൺസേൺ. മനസ്സിലായോ? ഇവിടെയും എപ്പഫ്രാദിത്തോസ് ചെയ്യുന്ന എന്താണ്? സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം. ഞാൻ മൂലം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന ഒരു മനോഭാവമായിരുന്നു അവനുണ്ടായിരുന്നത്. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു, എന്നോടും കരുണ കാണിച്ചു. അവന് മരിച്ചു പോകേണ്ടതായിരുന്നു, എന്നാൽ ദൈവം അവനെ സൗഖ്യം നൽകി. അതുകൊണ്ടാണ് അവനെ തിരിച്ചയച്ചിരിക്കുന്നത്. എന്നിട്ട് 29-ാം വാക്യത്തിൽ അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ എന്ന് വെച്ചാൽ യാതൊരു നീരസവും അവനോട് കാണിക്കരുത്. പൗലോസ് ആ കാര്യം പ്രത്യേകം പറയുന്നു. നീ അവിടെ പോയിട്ട് പൗലോസിനൊരു ബേർഡനായി തീർന്നു എന്നൊരിക്കലും അവനോട് പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ, ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ. ഞാൻ ഇവിടെ വരികൾക്കിടയിലൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഇപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു സാധനം കൊടുത്തു വിടാൻ തീരുമാനിച്ചു. നമ്മൾ ആരെയാണ്? എൻ്റെ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ നോക്കും, പിള്ളേരാരാ വെറുതെ ഇരിക്കുന്നത്, അവരെ വിളിച്ചിട്ട് അവരോട് പറയും, നീ അത് കൊണ്ട് കൊടുത്തിട്ട് പോകാമെന്ന് പറയും. മനസ്സിലായോ?
അപ്പോൾ എപ്പഫ്രാദിത്തോസിനെ ഇവർ പൗലോസിൻ്റെ അടുത്തേക്ക് വിട്ടതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ പുള്ളിക്ക് അങ്ങനെ സ്ഥിരമായ ഒരു ജോലി, ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് നമുക്ക് എപ്പഫ്രാദിത്തോസിനെ അയക്കാം, അവൻ ഫ്രീ ആണല്ലോ, അവനെ അയക്കാം. ബാക്കിയുള്ളവർക്കൊക്കെ തിരക്കാണ്. ഇങ്ങനെയുള്ളവനെ അയച്ചു, പക്ഷെ അവൻ രോഗിയായി. അപ്പോൾ അവനോടുള്ള ബഹുമാനം കുറയും, അവനെ അയച്ചിട്ട് പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. പൗലോസ് പറയുന്നത് അങ്ങനെയല്ല. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളിൻ. പിന്നെ വേറൊരു കാര്യം എന്താ, ഇങ്ങനെയുള്ളവരെ ബഹുമാനം എന്ന് വെച്ചാൽ മറ്റാരും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യം. മറ്റവരൊക്കെ വളരെ തിരക്കുള്ളവരാണ്, അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇവനായിരുന്നു ഫ്രീ ആയിട്ടുണ്ടായിരുന്നത്, ഇവനത് ചെയ്യാൻ തയ്യാറായി. ഇപ്പം ചെറിയൊരു ജോലിയാണെങ്കിലും അത് ചെയ്യാൻ തയ്യാറായ ഈ എപ്പഫ്രാദിത്തോസിനെ പോലെയുള്ളവരെ ബഹുമാനിപ്പിൻ. അതൊരു നല്ല പാഠമാണ്. നമ്മുടെ സഭകളിൽ, നമ്മുടെ ഇടയിൽ എളിയ ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ ബഹുമാനിക്കണം. അവർ ചെയ്യുന്ന കാര്യത്തിന് കർത്താവിൻ്റെ മുമ്പിൽ വിലയുണ്ട്. പൗലോസ് വളരെ വ്യക്തമായി പറയുകയാണ്, എപ്പഫ്രാദിത്തോസ് പ്രസംഗിച്ചില്ല, ഒന്നും എഴുതിയില്ല, കൂടെ ചെയ്തത് ഇവർ കൊടുത്തുവിട്ട സാധനം അവിടെ കൊണ്ട് കൊടുത്തു, അവിടെ വെച്ച് രോഗിയായി, രോഗം മാറി, അദ്ദേഹം ഈ എഴുത്തും കൊണ്ട് തിരിച്ചു വരുന്നു, അത്രേ ചെയ്തുള്ളൂ. പക്ഷേ പൗലോസ് പറയുന്നത് ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ. പിന്നെ താൻ പറയുന്നത്, നിങ്ങൾ വിചാരിക്കും അവൻ ചെയ്തതിൽ വലിയ കഥയൊന്നുമില്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആണ് അവൻ ചെയ്തത്. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളമായിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവനെ ബഹുമാനിക്കണം. അപ്പോൾ ഒരുപക്ഷെ ഫിലിപ്പിയ സഭയിൽ ഉണ്ടായിരുന്നവരിൽ എപ്പഫ്രാദിത്തോസിന് വലിയ ബഹുമാനമോ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പൗലോസ് പറയുന്നത് എന്താ, ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് പൗലോസ് തൻ്റെ സ്വന്തം കാര്യം പറയുകയാണ്. അതിനുശേഷം തിമോത്തിയോസിൻ്റെ കാര്യം പറഞ്ഞു, എന്നിട്ട് അവസാനം എപ്പഫ്രാദിത്തോസിൻ്റെ കാര്യം പറഞ്ഞു. ഇവർ രണ്ടുപേരും, ഈ ചെറുപ്പക്കാരായ രണ്ടുപേരും അവർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണമാണ് നോക്കിയത്. പലപ്പോഴും നമ്മളുടെ മാതൃക കർത്താവാണ് എന്ന് നമ്മൾ പറയും, വേറെ ആരെയും നോക്കരുത്, കർത്താവിന് മാത്രമേ നോക്കാവുള്ളൂ എന്ന് പറയും. ഒരു പരിധി വരെ അത് ശരിയുമാണ്. എന്നാൽ നമ്മുടെ ഇടയിൽ ദൈവം ചില ആളുകളെ എഴുന്നേൽപ്പിക്കും, ചില സാധാരണക്കാരായ ആളുകൾ. അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്. സാധാരണക്കാരായ ആളുകളായിരിക്കും, പക്ഷെ അവർ വിശ്വസ്തരായിരിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ ദൈവം അങ്ങനെയുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നത്? മറ്റുള്ളവർക്ക് ഒരു പാഠം. എന്താണ്? നിങ്ങൾ വലിയ ആളൊന്നും ആയില്ലെങ്കിലും സാധാരണക്കാരനായ ഒരാൾക്ക് പോലും ദൈവത്തിനെ അനുസരിച്ച് മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് കാണാൻ സാധിക്കും. വലിയ ശുശ്രൂഷ ചെയ്ത രണ്ടുപേർ അവർ തമ്മിലുള്ള വഴക്കാണ് ഇവിടുത്തെ പ്രശ്നം. അവർക്ക് ഒരുമിച്ചിരിക്കുവാനോ അല്ലെങ്കിൽ വേറെ ഒന്ന് താഴ്ന്നു കൊടുക്കുവാനോ ഉള്ള മനസ്സില്ല. എന്നാൽ ഈ എപ്പഫ്രാദിത്തോസിന്, അവനെ നോക്കൂ, അവനൊരു നല്ല മോഡലാണ്. അപ്പം അങ്ങനെയുള്ള ഉദാഹരണങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിലും അയക്കും. നമ്മുടെ സഭയിലും നമ്മുടെ കൂട്ടായ്മയിലും അങ്ങനെയുള്ള ആളുകൾ കാണും. അവരെ ബഹുമാനിക്കണം എന്നും പൗലോസ് പറയുന്നു. നമുക്ക് അടുത്ത അധ്യായം ഇനിയാണ് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം.